അതിക്രമങ്ങൾക്കും രക്തരൂക്ഷിത വിപ്ലവങ്ങൾക്കും തുടക്കം കുറിച്ചത് പ്രചോദനം നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ലോകത്ത് ഒന്നാം മഹായുദ്ധം ലക്ഷക്കണക്കിന് മനുഷ്യർ അറുകൊല ചെയ്യപ്പെട്ടില്ലേ? അതിന് തുടക്കം കുറിച്ചതും പ്രചോദനം നൽകിയതും ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇതുപോലെ അറുകൊല ചെയ്യപ്പെട്ടില്ലേ? അതിന് തിരികൊളുത്തിയതും പ്രചോദനം നൽകിയതും ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? വിയറ്റ്നാം യുദ്ധത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി അവരുടെ നെഞ്ചത്ത് സംഹാരതാണ്ഡവമാടാൻ പ്രചോദനവും ആവേശവും നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? അസമിലെ ഉൾഫാ തീവ്രവാദികളുടെ കയ്യിൽ AK-47 വെച്ചുകൊടുത്ത് വക്കടാ വെടി എന്ന് പറഞ്ഞത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? അല്ലല്ലോ. അതോടൊപ്പം തന്നെ LT പ്രഭാകരന്റെ നേതൃത്വത്തിൽ സൂയിസൈഡ് ബോംബുകളാകാൻ പൊട്ടിത്തെറിക്കുവാനുള്ള ആവേശവും പ്രചോദനവും നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? ഫ്രഞ്ച് വിപ്ലവത്തിനും റഷ്യൻ വിപ്ലവത്തിനും ആവേശവും പ്രചോദനവും നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? അല്ല. ഇസ്ലാം ഒരർത്ഥത്തിലുള്ള തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും പ്രചോദനം നൽകണില്ല. മുസ്ലിം നാമധാരികളായ ചില വ്യക്തികൾ ചെയ്യുന്ന അതിക്രമങ്ങളെ, തോന്നിവാസങ്ങളെ ശാന്തിയുടെ സമാധാനത്തിന്റെ ആദർശ പ്രസ്ഥാനത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് നീതിയല്ല, അത് സത്യത്തോടുള്ള കടന്നുകയറ്റമാണ്. നിരന്തരമായി നന്മയുടെ സമാധാനത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കാൻ കൊതിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് ഇസ്ലാമിനെ അറിയേണ്ടത് കേവലം മഞ്ഞപത്രങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ കേവല ചില മാധ്യമങ്ങൾ എന്താണോ പറയുന്നത് അത് വിശ്വസിക്കുവാൻ മാത്രം കണ്ടതും കേട്ടതും അപ്പടി ആര് പറഞ്ഞാലും അതൊന്ന് അന്വേഷിക്കാനോ, എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നോ, എന്താണ് അതിന്റെ പച്ചയായ സത്യങ്ങളെന്നോ അറിയാനോ മനസ്സിലാക്കാനോ ഒന്ന് കണ്ണു തുറക്കാൻ, ഒന്ന് മനസ്സ് തുറക്കു പോലും തയ്യാറാകാതെ അന്ധമായി വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയി പോകരുത്. അറിയാൻ, പഠിക്കാൻ കണ്ണും കാതും മനസ്സും തുറക്കാനുള്ള സന്മനസ്സുണ്ടാവണം. ഇവിടെ ഇസ്ലാം ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്നത് അടിസ്ഥാനപരമായ മോക്ഷത്തിന്റെ ആശയമാണ്, ആദർശമാണ്. എന്തിന് ഇത്തരം വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യണം? എന്തിന് ഇവിടെ ദൈവത്തെ കുറിച്ച് പറയണം? എന്തിന് ദൈവത്തെ മാത്രം ആരാധിക്കണമെന്ന് ഇത്ര ശക്തമായി ഉറച്ചു പറയണം? എന്തിന് ദൈവത്തിന്റെ മാർഗദർശനം മാത്രമേ അനുധാവനം ചെയ്യാവൂ എന്ന് ഇത്ര ഗൗരവത്തോടെ എന്തിന് വ്യക്തമാക്കണം? സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ് നാം. പറയുന്ന സംസാരിക്കുന്ന ഞാനും ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയേണ്ടവർ. ഒരുറപ്പില്ല എപ്പോഴാണ് മരിക്കുക എന്നുള്ള കാര്യം. നമ്മൾ അണിഞ്ഞ ഈ ഷർട്ട് നമ്മൾ തന്നെ ഊരുമെന്ന് പോലും ഉറപ്പില്ലാത്തവരാണ് നമ്മൾ. ഏത് സമയവും മരണം നമ്മെ വിളിക്കാം. ഇല്ല, 10 മിനിറ്റ് കഴിഞ്ഞ്, ഈ പ്രോഗ്രാം കഴിഞ്ഞ്, അല്ലെങ്കിൽ നാളെ എന്നൊന്നും പറയാനാവില്ല. ഈ പച്ചയായ സത്യത്തിന് നമ്മൾ വിധേയരാകും. നാളെയുടെ ലോകത്ത് നമ്മുടെ കർമ്മങ്ങൾക്ക് പൂർണ്ണമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന ഒരു ലോകമുണ്ട്. ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന നന്മതന്മകൾക്ക് പൂർണ്ണമായ ശിക്ഷയും രക്ഷയും ലഭിക്കുന്ന ഒരു സംവിധാനമില്ല. 100 ആളെ കൊന്ന മനുഷ്യനെ 100 തവണ തൂക്കിക്കൊല്ലാൻ ഏത് ന്യായ സംവിധാനങ്ങൾക്കാണ് കഴിയുക? ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ അറകൊല ചെയ്ത ലോകത്തെ ഭീകരന്മാർ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? അവർ ചെയ്ത കൊടും ക്രൂരതകൾക്ക് എന്ത് ശിക്ഷയാണ് ലോകത്തിന് നൽകാൻ കഴിഞ്ഞത്? നീതിപീഠങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്? സമൂഹത്തിന് നന്മക്ക് വേണ്ടി നിരന്തരം അഹോരാത്രം പരിശ്രമിച്ച് ലോകം കണ്ട ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ചെയ്ത നന്മകൾക്കും അവർ ചെയ്ത പുണ്യകർമ്മങ്ങൾക്കും തത്തുല്യമായ പ്രതിഫലം നൽകാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും ചെരുപ്പിന്റെ മാലകളും ഉൾക്കിരീടങ്ങളും കല്ലേറുകളുമായിരുന്നില്ലേ സമൂഹം അവർക്ക് നൽകിയത്? അതുകൊണ്ട് ഈ ലോകത്ത് മനുഷ്യകർമ്മങ്ങൾക്ക് പൂർണ്ണമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന ഒരു സംവിധാനമില്ല. അടിസ്ഥാനപരമായി പൂർണ്ണമായി ലഭിക്കുക സാധ്യമല്ല. അതിനൊരു ലോകം അനിവാര്യമാണ്. പച്ചയായ ഒരു ലോകം, അത് പച്ചയായ സത്യമാണ്. അതെ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഖുർആൻ പറഞ്ഞു 3-ാം അധ്യായം ആല ഇംറാൻ 185-ാമത്തെ വചനം. സകലരും മരിക്കും. നാളെ ഉയർത്തെഴുന്നേൽപ്പിന് നാളിൽ മനുഷ്യകർമ്മങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടും. അന്ന് സ്വർഗത്തിലേക്ക് ആരാണോ പ്രവേശിപ്പിക്കപ്പെടുന്നവൻ, നരകത്തിൽ നിന്ന് ആരാണോ അകറ്റി നിർത്തപ്പെടുന്നവൻ, അവനാണ് ആത്യന്തികമായി വിജയം നേടിയവൻ. ഈ ഭൗതിക ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാണെന്ന് തിരിച്ചറിയണമെന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ. മനുഷ്യകർമ്മങ്ങൾക്ക് രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന സ്വർഗ നരക ചിന്തകളുമായി ബന്ധപ്പെട്ട സൂചനകളാണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 കൂടിയ വരികളിൽ ശക്തമായി സ്വർഗത്തിക്ക് വേണ്ടിയുള്ള നിക്ഷേപങ്ങൾ കരുതി വെക്കുവാനുള്ള ആഹ്വാനങ്ങൾ. അതേസമയം മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന് 43 മുതൽ 50 കൂടിയ വരികളിൽ നരകശിക്ഷയ്ക്ക് കാരണമായി തീരാവുന്ന സകല കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ശക്തമായ താക്കീതുകൾ നമ്മൾ വായിക്കുന്നു. അതോടൊപ്പം സ്വർഗത്തെക്കുറിച്ച് കഠോപനിഷത്തിലെ പ്രഥമവല്ലിയിലെ 1-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനത്തിൽ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ ഉപനിഷത്തുകളിലൂടെ വായിക്കുന്നു. നരകത്തെക്കുറിച്ചുള്ള താക്കീതുകളും ആരംഭത്തുള്ള സൂചനകളും ഈ
ഈശാവാസ്യോപനിഷത്തിന്റെ 3-ാമത്തെ വചനത്തിലൂടെയും നമ്മൾ വായിക്കുന്നു. ചുരുക്കത്തിൽ മരണം എന്നതൊരു പച്ചയായ സത്യമാണ്. നാളെയുടെ ലോകം എന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്നത് സത്യമോ, നിങ്ങൾ അവനെ ശ്രമിക്കുന്നു എന്ന് എന്തുമാത്രം സത്യമോ, ഈ സത്യം എന്തുമാത്രം സത്യമോ, അതിനേക്കാൾ ഒരു പച്ചയായ സത്യമാണ് നാളെയുടെ ലോകം എന്നത്. ആ ലോകത്ത് മോക്ഷം ലഭിക്കണമെങ്കിൽ, സ്വർഗം ലഭിക്കണമെങ്കിൽ സട്ടാവിനെ അറിയണം, അവന് മാത്രം ആരാധിക്കണം, അവന്റെ ദൈവികമായ മാർഗദർശനങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ആ മാർഗവും മാർഗദർശനവുമായി കടന്നു വന്ന പ്രവാചകന്മാരെ അറിയണം, അവരുടെ ലോകം കണ്ട വേദഗ്രന്ഥങ്ങളെ പഠിക്കണം, ആ വേദഗ്രന്ഥങ്ങളിലെ അടിസ്ഥാന ആശയാദർശങ്ങളെ നെഞ്ചിലേറ്റണം. വൈരുദ്ധ്യങ്ങൾക്ക് വിധേയമായ ചിന്തകളിൽ നിന്ന് മാറി നിന്ന് വൈരുദ്ധ്യ വിമുക്തമായ ദൈവികമായ മാർഗദർശനത്തെ കണ്ടെത്താനുള്ള നിരന്തരമായ പഠന മനന ഗവേഷണങ്ങളിൽ സജീവമാവുകയും അത് തിരിച്ചറിഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് മാനവരാശിക്ക് മുന്നിൽ അടിസ്ഥാന വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന സന്ദേശങ്ങൾ. അതുകൊണ്ട് തുറന്ന മനസ്സുമായി വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം എന്ന വിഷയത്തെ അറിയുകയും ഉൾക്കൊള്ളുകയും നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായി ജന്മം കൊള്ളുന്ന സംശയങ്ങൾ, വിമർശനങ്ങൾ, സൃഷ്ടിപരമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തുടർന്നുള്ള ചോദ്യോത്തര സെഷനെ, സംവാദ ചർച്ചയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമേ എന്ന് ഉണർത്തിക്കൊണ്ട് മർമ്മപ്രസക്തമായ ഈ വിഷയത്തെ, വേദഗ്രന്ഥങ്ങളുടെ സന്ദേശത്തെ, മോക്ഷത്തിന്റെ സന്ദേശത്തെ, സമാധാനത്തിന്റെ സന്ദേശത്തെ നിങ്ങളുടെ തുറന്ന മനസ്സുകളിൽ സമർപ്പിക്കുകയാണ്. പഠിക്കണമേ, ചിന്തിക്കണമേ. ലോകങ്ങളുടെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളുടെ ഈ പ്രസംഗം ശ്രവിച്ചതിന് ശേഷമുള്ള സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്ന് വിശദീകരിച്ച് പറയാം. പലമത സാരവും ഏകമെന്ന് പാരാതെ ഉരകില് ഒരാനയിൽ അന്തരെന്ന പോലെ പലവിധ പറഞ്ഞു പാമരന്മാർ അലവത കൊണ്ട് അലയാതറിഞ്ഞിടണം എന്ന് പറഞ്ഞ ഒരു മഹാഗുരു സർവമത സാരവും ഏകമെന്ന തന്റെ തത്വം വിളിച്ചറിയിക്കുന്നതിന് വേണ്ടി ഒരു സന്ദേശമായി ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞു. ഇത് കേട്ടു നിന്ന അദ്ദേഹത്തിന്റെ നിരീശ്വരവാദിയായ ഒരു അനുയായി ഇങ്ങനെ തിരുത്തി: ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ. അപ്പോഴ് ഈശ്വരവിശ്വാസികളും ഈശ്വരവിശ്വാസമില്ലാത്തവരും ഉണ്ടായിരുന്ന ആ സദസ്സില മഹാഗുരുവിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. മറുപടി ഇതായിരുന്നു: ഈ പറഞ്ഞതും ശരി തന്നെ, പക്ഷെ വേണം ധർമ്മം. എന്റെ ചോദ്യം ഇതാണ്: പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകിച്ചും സർവശക്തനായ അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവെന്നും ആ സൃഷ്ടികർത്താവിനെ അനുസരിച്ച് നമ്മൾ ജീവിക്കണമെന്നും അവയില് നമുക്ക് ആവശ്യമായ ഉത്തേജനം പകരുന്നതിനും വിശദീകരണം നൽകുന്നതിനും പ്രവാചകന്മാരെ പറഞ്ഞ വരികള് നമ്മൾ ഉൾക്കൊള്ളണമെന്നും പറഞ്ഞപ്പോഴേ ഈ ധർമ്മത്തെ കുറിച്ച് വളരെ ചുരുക്കി എന്താണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വിശദീകരിക്കാം. Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Salatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahirrahmanirrahim. Wa man yabtaghi ghayra al-islam dinan falan yuqbala minhu wa huwa fil akhirati minal khasirin. ബഹുമാന്യനായ സഹോദരൻ, പേര് പറഞ്ഞില്ല തോന്നുന്നു. എന്റെ പേര് ശാരംഗധരൻ. ശാരംഗധരൻ സാറ് ഇവിടെ ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനുമെല്ലാമുള്ള ഒരു സദസ്സിലെ സംഭാഷണം ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ധർമ്മത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന ചോദ്യമാണ് എടുത്തുന്നയിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്റെ ജ്യേഷ്ഠ സഹോദരന്റെ ചോദ്യത്തിൽ തന്നെ
ഖുർആന്റെ ധർമ്മസങ്കല്പമുണ്ട്. ധർമ്മം എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ വീക്ഷണത്തിൽ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പൂർണ്ണമായും പാലിക്കപ്പെടേണ്ട ജീവിതാധാരം, ആ ധർമ്മമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതനുസരിച്ച് മതം. ആ ധർമ്മമില്ലാതെയായ മതം ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പരിശുദ്ധ ഖുർആനിൽ ശ്രദ്ധേയമായൊരു അധ്യായമുണ്ട്, സൂറത്തുൽ മാഊൻ എന്നാണ് അധ്യായത്തിന്റെ പേര്. ആ അധ്യായം തുടങ്ങുന്നത് തന്നെ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, താങ്കൾ കണ്ടുപോ മതനിഷേധിയെ എന്നാണ്. മതനിഷേധിയെ കണ്ടുപോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി നമ്മൾ നൽകുന്ന ഉത്തരം ദൈവനിഷേധി, മതമില്ല എന്ന് പറയുന്നവൻ, മതത്തെ എതിർക്കുന്നവൻ എന്നെല്ലാമായി. എന്നാൽ പരിശുദ്ധ ഖുർആൻ മതനിഷേധിയെ കണ്ടുപോ എന്ന് ചോദിച്ച ഉടനെ തന്നെ പറയുന്നത് ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, അഥവാ അവൻ അനാഥകളെ ആട്ടിയകറ്റുന്നവനാണ്, അവൻ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കാത്തവനാണ്. എന്നിട്ട് പറയാണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഊൻ വല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. മതത്തിന്റെ ചിഹ്നമായി മുസ്ലിങ്ങൾ വിശേഷിച്ചും കൊണ്ടു നടക്കാറുള്ള പ്രാർത്ഥന, 5 നേരത്തെ നമസ്കാരം അവനിലുണ്ട്. പക്ഷെ ആ നമസ്കാരം നാശമാണ്, അങ്ങനെയാണ് ഖുർആൻ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ നമസ്കാരത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആത്മാവ് അവനിൽ എത്തിയിട്ടില്ല. അവൻ കർമ്മങ്ങൾ ചെയ്യുന്നത് കേവലം പ്രകടനാത്മകമായിട്ടാണ്, ആളുകളെ കാണിക്കുവാൻ വേണ്ടിയാണ്. ചെറിയ ചെറിയ നന്മകൾ പോലും, പരസ്പരമുള്ള ഉപകാരങ്ങൾ പോലും വിലക്കുന്ന രൂപത്തിലുള്ള ആളാണ് പറയുന്നത്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അനുധാവനം ചെയ്യേണ്ട ദൈവികമായ മാർഗനിർദ്ദേശമാണ് ഇസ്ലാമികമായ വീക്ഷണത്തിൽ ധർമ്മം. അവിടെ വിശ്വാസം അതിന്റെ അടിത്തറയാണ്, കർമ്മങ്ങൾ അതിന്റെ മാർഗരേഖയാണ്. എന്നാൽ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും, ഏത് രംഗമാണെങ്കിലും അവിടെയെല്ലാം അനുധാവനം ചെയ്യപ്പെടേണ്ട കൃത്യമായ നിയമങ്ങളാണ്, കൃത്യമായ മാർഗനിർദ്ദേശമാണ് ധർമ്മം. ആ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാതെ കേവലം ആചാരങ്ങൾ മാത്രമായി മാറുമ്പോൾ അത് മതനിഷേധമാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്റെ പേര് രാജേന്ദ്രൻ, യൂണിവേഴ്സിറ്റി കോളേജിലെ തമിഴ് പ്രൊഫസറാണ്. എനിക്കൊരു സംശയമുള്ളത്, ഇപ്പം ദൈവം ഈ ലോകത്തേക്ക് സൃഷ്ടിച്ച് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച് അത് കഴിഞ്ഞ് പരസ്പരം നമ്മൾ മനസ്സിലാക്കാനാണ് ഇങ്ങനെ പല ജാതിയും മതം എല്ലാം ഉണ്ടായെന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഈ ലോകത്തുണ്ടായത്. ഒരു ജാതി, ഒരു മതം, അല്ലെ ആണും പെണ്ണും, അതിൽ നിന്നും ഉണ്ടായവരാണ് നമ്മളെല്ലാവരും. ദൈവം ഇങ്ങനെ ഒന്നും വെച്ചില്ലെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നം വരത്തില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ട രാജേന്ദ്രൻ സാറിന്റെ ചോദ്യം ജാതിയും മതങ്ങളുമെല്ലാം പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയാണ് വെച്ചത്. അപ്പൊ അങ്ങനെ വെച്ചില്ലായിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഖുർആൻ പറയുന്നതും വേദഗ്രന്ഥങ്ങൾ പറയുന്നതുമല്ല യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് മനുഷ്യരെ. ആ നിങ്ങളിലുള്ള വിഭാഗങ്ങൾ, തറവാടുകൾ, പ്രദേശങ്ങൾ, ഇതെല്ലാം നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ്. അത് നിങ്ങളിൽ ഉത്തമൻ ജന്മത്തിന്റെ പേരിലുള്ള വിഭാഗങ്ങളിൽപ്പെട്ടവരല്ല, മറിച്ച് ജീവിതത്തെ ദൈവിക മാർഗനിർദ്ദേശം അനുസരിച്ച് പരിവർത്തിപ്പിക്കുന്നവരാണ് നിങ്ങളിൽ ഉത്തമൻ. ഇങ്ങനെയാണ് പറയുന്നത്. അവിടെ ഒരു ധാരണ മതങ്ങളും അതേപോലെ തന്നെ ജാതികളുമല്ല ഈ രൂപത്തിൽ പരസ്പരം തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് നമ്മുടെ മേൽവിലാസങ്ങളായി മാറുന്ന കാര്യങ്ങൾ. കേരളത്തിലെ തിരുവനന്തപുരത്തുള്ള ആളുകൾ, മലയാള ഭാഷ സംസാരിക്കുന്നവർ, ആ മലയാള ഭാഷ സംസാരിക്കുന്നവരിലെ ഇന്ന തറവാട്ടുകാർ, ഇതെല്ലാമാണ് പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള മേൽവിലാസങ്ങൾ. മറ്റേത്
മനുഷ്യന്റെ സ്വാഭാവികതയാണ് മനുഷ്യന് നൽകപ്പെട്ട സ്വാതന്ത്ര്യം. ദൈവം തമ്പുരാൻ മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അവന്റെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ നാഗരികതകൾ പടക്കുവാൻ പ്രാപ്തമാക്കുന്നത്, അതോടൊപ്പം തന്നെ നാഗരികതകൾ നശിപ്പിക്കുവാൻ പ്രാപ്തമാക്കുന്നത്. നമുക്കറിയാം, ലോകത്ത് ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങളുണ്ട്. ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങൾ. ആ ജീവവർഗങ്ങൾക്കെല്ലാം പലതിനും നമ്മളെപ്പോലെയുള്ള കണ്ണും കാതും മൂക്കും നാക്കും തലച്ചോറും എല്ലാം ഉണ്ട്. പക്ഷേ മനുഷ്യൻ മാത്രമാണ് നാഗരികതകൾ പഠിച്ചിട്ടുള്ളത്. മനുഷ്യനെ കൊണ്ട് മാത്രമാണ് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരു ജീവിയും നൂറ്റാണ്ടുകളായി നടന്നു പോകുന്ന ഒരു ജീവി ഒരു ചക്രം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഒരു ജീവിയും 5000 ഭൂമികളെ നശിപ്പിക്കുവാൻ ആവശ്യമായ ഒരു ആയുധങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതിനെ കുറിച്ചും ആലോചിച്ചിട്ടില്ല. ഇത് മനുഷ്യാസ്തിത്വത്തിന്റെ രണ്ട് വിരുദ്ധ ഭാഗങ്ങളാണ്. ഖുർആൻ പറയുന്നുണ്ട്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. മനുഷ്യരെ അത്യുന്നതമായ രൂപത്തിൽ സൃഷ്ടിച്ചു, അതേപോലെ തന്നെ അവൻ അധമനായി മാറുകയും ചെയ്യും. ഇവിടെ മനുഷ്യ സൃഷ്ടിയുടെ സവിശേഷത അവന്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യമാണ് മനുഷ്യന് നാഗരികതകൾ പടക്കുവാനുള്ള പ്രാപ്തി നൽകുന്നത്. ആ സ്വാതന്ത്ര്യമാണ് നാഗരികതകൾ നശിപ്പിക്കുവാനുള്ള കഴിവ് നൽകുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അപ്പോൾ അവിടെ മനുഷ്യരെ ദൈവിക മാർഗനിർദ്ദേശം അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കാനാണ് പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായത്. ജന്തുക്കൾ നമ്മൾ നോക്കുക. ജന്തുലോകത്ത് ഞാനിവിടെ പറഞ്ഞു ദശലക്ഷക്കണക്കിന് ജീവിവർഗങ്ങൾ ഉണ്ടായിട്ട് അവിടെയൊന്നും കാട്ടിലൊന്നും നമ്മുടെ ഒരു നിയമവും ആവശ്യമായി വന്നിട്ടില്ല. ഈസോപ്പ് കഥകളിലും പഞ്ചതന്ത്രം കഥകളിലും മാത്രമാണ് കാട്ടിലെ പോലീസും ജഡ്ജിയും രാജാവുമെല്ലാം ഉള്ളത്. അവിടെ ഒരു നിയമവും ഇല്ലാഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല. എന്നാ മനുഷ്യലോകത്തോ? മനുഷ്യന്റെ ലോകത്ത് നിയമങ്ങൾ അനിവാര്യമാണ്. എന്തുകൊണ്ടാണത്? മനുഷ്യന്റെ ലോകത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു 5 നിമിഷം ലോകത്തെല്ലാ മനുഷ്യരും, ലോകത്തുള്ള മനുഷ്യരൊന്നും തന്നെ 5 മിനിറ്റ് നേരത്തേക്ക് ഒന്നും ഒരു നിയമം അനുസരിക്കേണ്ടതില്ല എന്ന് ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഒരു 5 മിനിറ്റ് ആർക്കും ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. അപ്പോൾ 6ാമത്തെ മിനിറ്റ് ഉണ്ടാകൂല എന്ന് നമുക്കറിയാം. 5000 ഭൂമികളെ നശിപ്പിക്കുവാൻ ആവശ്യമായ ആയുധപ്പുരകളുടെ സ്വിച്ചുകൾക്ക് താഴെയാണ് നമ്മളിൽ പലരും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്വാതന്ത്ര്യം നാശത്തിനും നന്മക്കും കാരണമാകുമെങ്കിൽ അവിടെ കൃത്യമായ മാർഗനിർദ്ദേശം ആവശ്യമുണ്ട്. ആ മാർഗനിർദ്ദേശം സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത രൂപത്തിലാകണം. അതിനാണ് പ്രവാചകന്മാരെ പുറത്തുനിന്ന് ഒരു മനുഷ്യർക്ക് സ്വീകരിക്കാം, തിരസ്കരിക്കാം, ആ രൂപത്തിൽ പടച്ചതമ്പുരാൻ പറഞ്ഞയച്ചത്. ആ പ്രവാചകന്മാരുടെ സന്ദേശത്തെ സ്വീകരിച്ചവരുണ്ടായി, തിരസ്കരിച്ചവരുണ്ടായി. ഇതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടായി. അതാണ് വിഭാഗങ്ങൾ ഉണ്ടായത്. അതല്ലാതെ ഈ ആദർശപരമായ വ്യത്യാസങ്ങൾ മേൽവിലാസങ്ങളാണ് എന്നല്ല പറഞ്ഞത്. മറിച്ച് ജന്മത്തിന്റെ പേരിലുള്ള വ്യത്യാസങ്ങൾ, ഒരു പ്രത്യേക ഗോത്രത്തിൽപ്പെട്ടവനാണ്, ഒരു പ്രത്യേക നാട്ടിൽപ്പെട്ടവനാണ്, ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്നവനാണ് എന്നെല്ലാം ഉള്ളത് പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള മേൽവിലാസമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, വേദഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഭഗവത്ഗീതയിൽ കർമ്മണൈവ സംസിദ്ധിം അസ്ഥിതാ ജനകാദേഹ ലോകസംഗ്രഹമേവാഭി സമ്പശ്യൻ കർത്തുമർഹസി. അതുപോലെ തന്നെ ഭക്ത്യാമാം അഭിജാനാദി യാവാൻ യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ജ്ഞാനാദേവ കൈവല്യം എന്നൊക്കെ തുടങ്ങുന്ന പദ്യങ്ങളിൽ കർമ്മവും ഭക്തിയും ജ്ഞാനവും ഒക്കെ മോക്ഷമാർഗങ്ങളാണെന്ന് പറയുന്നുണ്ട്. ഈ ഇസ്ലാമിക മതത്തിൽ എന്താണ് മോക്ഷത്തിന് കാരണമാകുന്നത്? ബഹുമാന്യ സുരേന്ദ്രൻ ടീച്ചർ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഗീതയിലും എല്ലാം ഭക്തി മോക്ഷത്തിന്റെ മാർഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനം മോക്ഷത്തിന്റെ മാർഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കർമ്മം മോക്ഷത്തിന്റെ മാർഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം എന്താണ് പറയുന്നത് എന്ന്? ഇസ്ലാം പറയുന്നത് മോക്ഷത്തിന്റെ മാർഗം വിശ്വാസവും കർമ്മവുമാണ് എന്ന് തന്നെയാണ്. അഥവാ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസം ഉണ്ടാക്കേണ്ടത്. വിശ്വാസം എന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് എന്ത് തന്നെയാണെങ്കിലും ശുദ്ധമായ ശ്വാസമാണെങ്കിലും, അതല്ല ഒരു കേവല ബിലീഫ് എന്നുള്ള അർത്ഥത്തിലാണെങ്കിലും അല്ല, വിശ്വാസമുണ്ടായി വരേണ്ടത് ജ്ഞാനത്തിൽ നിന്നാകണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട്. അറിവ് എന്തറിവാണ്? സൃഷ്ടികർത്താവിനെ കൃത്യമായി അറിയണം.
മനസ്സിലാക്കുക. നമ്മളെ പടച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന തമ്പുരാൻ, നമ്മൾക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഈ ഭൂമിയിൽ ഒരുക്കി തന്നിട്ടുള്ള തമ്പുരാൻ, അവനെ അറിയണം, അവനെ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇതിനാണ് പ്രപഞ്ച പഠനം നടത്തേണ്ടത്. ഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇല സമാഇ കൈഫ റുഫിഅത് വഇല ജിബാലി കൈഫ നുസിബത് വഇല അർദി കൈഫ സുതിഹത്. അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ല, അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടെന്ന്. അവർ ആകാശത്തിലേക്ക്, ഉപരിലോകത്തേക്ക് നോക്കുന്നില്ല, അതെങ്ങനെയാണ് ഉയർത്തി വെക്കപ്പെട്ടിട്ടുള്ളതെന്ന്. പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ല, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ട് നാട്ടി നിർത്തപ്പെട്ടിട്ടുള്ളതെന്ന്. ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ല, അതെങ്ങനെയാണ് വിധാനിക്കപ്പെട്ടത് എന്ന്. ഇങ്ങനെ ഓരോ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും പഠനവിധേയമാക്കി അതിന്റെ പിന്നിലുള്ള മഹാസട്ടാവിനെ അറിയണം, മനസ്സിലാക്കണം എന്നതാണ് ഇസ്ലാം ജ്ഞാനം കൊണ്ട് വിവക്ഷിക്കുന്നത്. ആ ജ്ഞാനത്തിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാകേണ്ടത്. വിശ്വാസം മനസ്സിനകത്ത് തട്ടിയുള്ള ഒരു ജീവിതമാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ രംഗത്തുള്ള കാഴ്ചപ്പാട്. അഥവാ വിശ്വാസം എന്നത് കേവലം ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവം പറഞ്ഞതനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന കേവല വിചാരമല്ല. മറിച്ച് സട്ടാവും സംരക്ഷകനുമായ തമ്പുരാനെ അറിയുകയും മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ അവന് ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ ഫലം. അഥവാ വിശ്വാസം വഴി നമ്മുടെ ജീവിതത്തിന് അടുക്കും ചിട്ടയും, വിശ്വാസം വഴി നമ്മുടെ ജീവിതത്തിന് കൃത്യമായ മാർഗനിർദ്ദേശവും ഉണ്ടാക്കണം. ഇവിടെയാണ് എങ്ങനെയാണ് വിശ്വാസം മനുഷ്യ മനസ്സിനെ മാറ്റേണ്ടത്. മോക്ഷത്തിൽ എത്തിച്ചേരണമെങ്കിൽ മനുഷ്യൻ മാറണം. ഇവിടെ ഖലീഫ ഉമറിന്റെ കാലഘട്ടത്തിലെ ഒരു ചരിത്രം പറയാം. വിശ്വാസം എങ്ങനെയാണ് മനസ്സിനെ മാറ്റേണ്ടത് എന്ന് കൃത്യമായി അറിയുന്നതിന് വേണ്ടി ഖലീഫ ഉമർ അദ്ദേഹം രാത്രി സമയത്ത് ജനങ്ങൾ അവരുടെ പ്രയാസങ്ങളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി രാത്രി സമയത്ത് വീടുകൾ തോറും സന്ദർശിക്കാറുണ്ടായിരുന്നു. അതിനൊരു ദിവസം അദ്ദേഹം കണ്ടു, ഒരു വീട്ടിൽ പ്രഭാതോദയം ആയിട്ടില്ല, ബാങ്ക് കൊടുത്തിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഒരു വീട്ടിൽ വെളിച്ചം കണ്ടപ്പോ അങ്ങോട്ട് പോയി നോക്കിയപ്പോ മാതാവ് മകളെ ഉപദേശിക്കുകയാണ്. മാതാവ് പറയാണ്, മകളെ, ഇന്ന് നമുക്ക് എല്ലാവർക്കും നമ്മുടെ പറ്റുകാർക്കും കൊടുക്കുവാനുള്ള പാല് നമുക്ക് ലഭിച്ചിട്ടില്ല. ആ പാല് ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നീ ഒരല്പം വെള്ളം പാലിൽ ചേർക്കണം. മോളോട് ആ മാതാവിന്റെ ഉപദേശം. ഈ സമയത്ത് മകൾ ഉമ്മയോട് പറയുന്നു, ഉമ്മ, നിങ്ങൾ ഖലീഫ ഉമറിന്റെ ആളുകൾ വിളിച്ചു പറയുന്നത് കേട്ടിട്ടില്ലേ, പാലിൽ വെള്ളം ചേർക്കുന്നത് കുറ്റകരമാണ് എന്ന്. അപ്പൊ ഉടനെ തന്നെ മാതാവിന്റെ മറുപടിയാണ്, മോളെ, ഈ സമയത്ത് ഏത് ഖലീഫ ഉമറിന്റെ ആളുകളാണ് നിന്നെ കാണാൻ വരുന്നത്? കാണുന്ന പ്രശ്നമില്ലല്ലോ. അപ്പോൾ തന്നെ മകളുടെ മറുപടി, ഖലീഫ ഉമറിന്റെ ആളുകൾ കാണുന്നില്ലായിരിക്കാം, പക്ഷേ സർവ്വലോക രക്ഷിതാവായ തമ്പുരാൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ ഉമ്മായ. ഇതാണ് വിശ്വാസം ഉണ്ടാക്കേണ്ട മാറ്റത്തെക്കുറിച്ചുള്ള ഇസ്ലാമികമായ കാഴ്ചപ്പാട്. ആ ജ്ഞാനം, സ്രഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജ്ഞാനം ജീവിതത്തിൽ പടച്ചവനെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടാക്കുകയും ആ വിശ്വാസം ജീവിതത്തെ മാറ്റുകയും ചെയ്യുമ്പോൾ ആ വിശ്വാസത്തിനനുസൃതമായ കർമ്മങ്ങളും കടന്നു വരുന്നു. കർമ്മങ്ങൾക്ക് നമ്മൾ വിശ്വാസത്തിനനുസൃതമായ സട്ടാവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ എങ്ങനെ ചെയ്യും? അവിടെയാണ് ഇസ്ലാം പറയുക, ഉറപ്പായും ദൈവീകമെന്ന് 100% ഉറപ്പുള്ള സ്രോതസ്സുകളിൽ നിന്നാകണം നിങ്ങൾ കർമ്മമാർഗം, വിശ്വാസമാർഗം കണ്ടെത്തേണ്ടത് എന്ന്. പരിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് ഖുർആൻ ആവർത്തിച്ച് മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്, മനുഷ്യരെ നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കണം, ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കണം, അത് ദൈവികമാണോ എന്ന് പരിശോധിക്കണം. പരിശോധിച്ചത് ദൈവികമാണ് എന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് നിങ്ങൾ ആ ഖുർആനിനെ അനുധാവനം ചെയ്യേണ്ടത്. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആൻ ചോദിക്കാണ്, നിങ്ങൾക്ക് ഖുർആനിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിക്കൂടെ? അത് ദൈവികമല്ലായിരുന്നെങ്കിൽ അതിൽ വൈരുദ്ധ്യങ്ങളും അബദ്ധങ്ങളും കാണുമായിരുന്നല്ലോ. ഇത് മനുഷ്യരോടുള്ള ആഹ്വാനമാണ്. തീർച്ചയായും എന്റെ വിശ്വാസം എന്താകണം? മോക്ഷത്തിന് നിദാനമായ വിശ്വാസം എന്താകണം? കർമ്മം എന്താകണം? ജ്ഞാനം എന്താകണം? ഇതെല്ലാം ആത്യന്തികമായി തീരുമാനിക്കപ്പെടുന്നത് ദിവ്യമായ സ്രോതസ്സുകളാണ് എന്നാണ് ഇസ്ലാമിന്റെ രംഗത്തുള്ള കാഴ്ചപ്പാട്. ആ ദിവ്യ സ്രോതസ്സുകളിൽ മനുഷ്യരുടെ കരവിരുതുകൾക്ക് വിധേയമാക്കപ്പെടാത്ത,
പരിശോധനക്ഷമമായ എല്ലാവർക്കും പരിശോധിക്കാൻ കഴിയുന്ന സ്രോതസ്സായി പരിശുദ്ധ ഖുർആനിനെ മനുഷ്യരുടെ മുന്നിൽ ഇസ്ലാം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് യാഥാർത്ഥ്യം. ചുരുക്കത്തിൽ എന്റെ ടീച്ചറുടെ ചോദ്യത്തിനുള്ള ഉത്തരം, ഇസ്ലാമിക വീക്ഷണത്തിൽ മോക്ഷത്തിന് ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങളും ആ കർമ്മങ്ങളും വിശ്വാസവും കൂടി ജീവിതത്തെ വിമലീകരിക്കുകയും ചെയ്യലാണ് യഥാർത്ഥത്തിൽ മോക്ഷത്തിന്റെ മാർഗം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്റെ പേര് സുരേഷ് ബാബു എന്നാണ്. ഞാൻ ഇപ്പോൾ അഡ്വക്കേറ്റാണ്. നേരത്തെ തിരുവനന്തപുരം ജില്ലാ സഹകരണ ബാങ്കിന്റെ ജനറൽ മാനേജറായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ നിഷ്കാമ കർമ്മത്തെ പറ്റി പറഞ്ഞു. അതായത് എന്തെങ്കിലും ഒരു താല്പര്യത്തോടെ അല്ലാതെ ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അയാൾ മ്ലേച്ഛനാണ് എന്ന് പറഞ്ഞു. ഇതിന് സമാനമായി ഖുർആനിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു ചോദ്യം. 2, പല മതസാരവും ഏകമെന്നും ശ്രീനാരായണ ഗുരു പറഞ്ഞു. ദൈവം ഏകദൈവമാണെന്ന് കാണിക്കാൻ ദൈവദശകത്തിലൂടെ ഗുരു നമ്മളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് നീ സത്യമാണെന്നും ജ്ഞാനമാണെന്നും ആനന്ദമാണെന്നും നീ തന്നെ സൃഷ്ടിയും സൃഷ്ടാവാണെന്നും എല്ലാം നല്ല രീതിയിൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക ഭാഷയിൽ ഗുരു ഒരു ദൈവദശകം എന്ന ഒരു പ്രാർത്ഥന ജനങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഗുരുവിനെയും ശ്രീകൃഷ്ണനെയും ആരാധിച്ചാൽ അത് ഏകദൈവത്തെ ആരാധിക്കുന്നതിന് തുല്യമാവുകയില്ലേ? അതിൽ വല്ല അപാകതയും? ബഹുമാനായ സഹോദരൻ ചോദിച്ചിട്ടുള്ളത്, ജ്യേഷ്ഠ സുഹൃത്ത് ചോദിച്ചിട്ടുള്ള വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. ഒന്നാമത്തേത്, നിഷ്കാമ കർമ്മമാണ് വേണ്ടത് എന്ന് ഗീത പറയുന്നു. അങ്ങനെ അതിന് തത്തുല്യമായ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളുണ്ടോ? പരിശുദ്ധ ഖുർആൻ പറയുന്നത്, കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം തീർച്ചയായും നമ്മുടെ സ്രഷ്ടാവിന്റെ ദുനിയാവിലെ എന്തെങ്കിലും കാമങ്ങളല്ല, ഈ ലോകത്തെ എന്തെങ്കിലും കാമങ്ങളല്ല, സ്രഷ്ടാവിന്റെ നമ്മളെ പടച്ചു പരിപാലിക്കുന്ന തമ്പുരാന്റെ തൃപ്തിയാകണം എന്ന്. അവിടെ കേവല നിഷ്കാമ കർമ്മമല്ല ഖുർആനിന്റെ വീക്ഷണം എന്നർത്ഥം. കാമമുണ്ടാകണം, പക്ഷേ അത് പടച്ചവന്റെ നമ്മുടെ സ്രഷ്ടാവിന്റെ തൃപ്തിയാകണം. ഖുർആനിക വീക്ഷണത്തിൽ സ്രഷ്ടാവിന്റെ തൃപ്തിക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യ കർമ്മങ്ങൾക്ക് പ്രചോദനമുണ്ടാകുന്നതും അതോടൊപ്പം തന്നെ കർമ്മങ്ങളിൽ മാനവിക വിരുദ്ധമായ യാതൊന്നും കടന്നു വരാതിരിക്കുന്നതും എന്നാണ് ഖുർആന്റെ വീക്ഷണം. കർമ്മങ്ങൾ മനുഷ്യന് പ്രവർത്തിക്കണമെങ്കിൽ മോട്ടിവേഷൻ വേണമെന്നുള്ളത് ലീഡർഷിപ്പ് സയൻസ് ഇപ്പോൾ പറഞ്ഞു തരുന്ന കാര്യമാണ്. മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ്, പ്രചോദനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുക. ആ പ്രചോദനം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കർമ്മങ്ങൾ ചെയ്യാൻ. കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ കേവല മതപരമായ ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിന്റെ വിശുദ്ധീകരണം. അതിന്റെ എല്ലാം പിന്നിലുള്ള ലക്ഷ്യം സൃഷ്ടികർത്താവായ തമ്പുരാന്റെ തൃപ്തി മാത്രമാകണം. എന്റെ മനസ്സറിയാവില്ല, എന്റെ ശരീരം അറിയാവില്ല, എന്റെ പരിധികളും പരിമിതികളും അറിയാവില്ല, എന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അറിയാവുന്ന പടച്ചോൻ അവന്റെ തൃപ്തി മാത്രം ലക്ഷ്യമാക്കി എന്റെ മനസ്സിൽ മറ്റൊരു താല്പര്യവുമില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന് ജീവനുണ്ടാകുമെന്നും ആ കർമ്മത്തിൽ അപമാനവികതയുടേതായ യാതൊരു ലാഞ്ചനയും കടന്നു വരുവാൻ സാധ്യതയില്ല എന്നുമാണ് ഇസ്ലാമിന്റെ രംഗത്തുള്ള കാഴ്ചപ്പാട്. പിന്നെയുള്ളത് ഏകദൈവാരാധനയുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണനെയും ശ്രീനാരായണ ഗുരുവിനെയുമെല്ലാം ആരാധിക്കുമ്പോൾ അത് ഏകദൈവാരാധന തന്നെയല്ലേ ആകുന്നത് എന്ന് തീർച്ചയായും വളരെ വിശാലമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ഭാരതത്തിൽ തന്നെ ഒരുപാട് ദാർശനിക ഉൾപ്പിരിവുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് തത്വശാസ്ത്രങ്ങൾ, ഒരുപാട് മതങ്ങൾ, ഒരുപാട് ഒരുപാട് ഫിലോസഫിക്കൽ സ്കൂൾസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ് ദ്വൈതം, അദ്വൈതം, അതേപോലെ തന്നെ വിശിഷ്ടാദ്വൈതം.
ദ്വൈത ദർശന പ്രകാരം, മാധ്വാചാര്യർ കൊണ്ടുവന്ന ദ്വൈത ദർശന പ്രകാരം ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിലെ എല്ലാം സൃഷ്ടികളാണ്. പ്രപഞ്ചത്തിന്റെ നാഥനാണ്, പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാണ് പരമേശ്വരൻ. അതിന് ഉപോത്ബലകമായി അദ്ദേഹം മാധ്വാചാര്യർ ഒരുപാട് ഉപനിഷത്ത് വചനങ്ങളും വേദവചനങ്ങളുമെല്ലാം ഉച്ചരിക്കുന്നുണ്ട്. അഥവാ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഭിന്നമായ അസ്തിത്വമുള്ള, പ്രപഞ്ചത്തിന് അതീതനായ, ഈ പ്രപഞ്ചം പദാർത്ഥ ലോകമാണ്. പദാർത്ഥത്തെ സൃഷ്ടിച്ച, പദാർത്ഥത്തിന് അതീതമായ, പ്രപഞ്ചത്തിന് അതീതമായ അസ്തിത്വമുള്ള സ്രഷ്ടാവ്, ആ സ്രഷ്ടാവുമായി ബന്ധപ്പെട്ട് ഉള്ള വിശ്വാസം, തമീശ്വരാണം പരമം മഹേശ്വര താം ദേവതാനാം പരമം ച ദൈവതം പതിം പദീനാം പരമം പരസ്ഥാത് വിധാമദേവം ഭുവനീശമീര്യം. പിന്നെ ഉപനിഷത്ത് വചനം, ശ്വേതശകരോപനിഷത്തിലെ വചനം 6-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനം. ഇവിടെ ഈ പ്രപഞ്ചത്തിലെ, ഈ ഭൂമിയിലെ ഐശ്വര്യം നൽകപ്പെട്ട ആളുകളുടെ മുഴുവനും ഐശ്വര്യത്തിന്റെ ദാതാവായ പരമേശ്വരൻ, ദേവകളുടെ മുഴുവനും ദേവനായ പരമനായ ദൈവം, അതേപോലെ തന്നെ എല്ലാ പതികളുടെയും പതിയായ തമ്പുരാൻ, അവനാണ് ഈഢ്യമുള്ളത്, ഈഢ്യം അർപ്പിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന വചനം. ഇത്തരം വചനങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് ശ്രീ മാധ്വാചാര്യ പ്രപഞ്ചവും ദൈവവും, അഥവാ പരമേശ്വരനും പ്രപഞ്ചവും രണ്ടും രണ്ടസ്തിത്വമാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രം സ്ഥാപിച്ചത്. എന്നാൽ അദ്വൈതികളായ ആളുകൾ, ശ്രീ ശങ്കരാചാര്യരുടെ കീഴിലുള്ള ആളുകൾ, ശ്രീ ശങ്കരാചാര്യരുടെ തത്വചിന്തയിൽ ആകൃഷ്ടരായ ആളുകൾ, അദ്ദേഹം ഉപനിഷത്തുകളുടെ അടിസ്ഥാനത്തിൽ, വേദാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിന്റെ നാഥനായ തമ്പുരാനും അല്ലെങ്കിൽ പരബ്രഹ്മമോ പരമാത്മാവോ അത് ഈ പ്രപഞ്ചത്തിനകത്ത് തന്നെയാണുള്ളത് എന്നും, അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചം തീർച്ചയായും അവന്റെ പ്രകടനമാണ് എന്നും വാദിക്കുകയാണ് ചെയ്തത്. അതിന് മായാ സിദ്ധാന്തം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് സിദ്ധാന്തങ്ങൾ, ഞാനത് വിശദീകരിക്കാം. അപ്പോ ഇതിൽ ഈ രണ്ട് വീക്ഷണങ്ങളും, രണ്ടല്ല മൂന്നാമത്തെ ഒരു വീക്ഷണം കൂടിയിട്ട്, മൂന്നല്ല ഒരുപാട് വീക്ഷണങ്ങളുണ്ട്. പ്രധാനമായിട്ടും മൂന്നാമത്തെ രാമാനുജാചാര്യരുടെ വിശിഷ്ടാദ്വൈത വീക്ഷണം. അപ്പൊ ഇത് എല്ലാം, ഈ വീക്ഷണങ്ങളെല്ലാം വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെ നിർദ്ധരിക്കപ്പെട്ടതാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ സൃഷ്ടാവും സൃഷ്ടിയും രണ്ടാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നാഥൻ, അവൻ ഈ പ്രപഞ്ചത്തിന് അതീതനായവനാണ്, പ്രപഞ്ചത്തിന് പുറത്തുള്ളവനാണ്. പ്രപഞ്ചത്തെ അവന്റെ സൃഷ്ടിയാണ് പ്രപഞ്ചം. പ്രപഞ്ചം അതിന് എല്ലാ, അത് അനാദിയല്ല, അത് ഒരു ദിവസം ഉണ്ടായതാണ്, അതേപോലെ തന്നെ അത് നശിക്കുകയും ചെയ്യും. എന്നാൽ സൃഷ്ടാവ് എന്നെന്നുമുള്ളവനാണ്, ഒരിക്കലും നശിക്കാത്തവനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സൃഷ്ടാവും സൃഷ്ടിയും രണ്ടാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ രംഗത്തുള്ള കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം പറയുക സൃഷ്ടാവ് മാത്രമാണ് ആരാധ്യനാണ്. സൃഷ്ടി അവൻ എത്ര ഉന്നതനാണെങ്കിലും, അവൻ എത്ര മഹാനാണെങ്കിലും അവൻ ആരാധിക്കപ്പെട്ടുകൂടാ, പൂജിക്കപ്പെട്ടുകൂടാ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ കേൾക്കാറുള്ളതാണ്. ഒരാൾ മുസ്ലിം ആവുകയാണെങ്കിൽ അയാൾ ആദ്യം പ്രഖ്യാപിക്കേണ്ട അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന്. അപ്പോൾ സൃഷ്ടാവായ ദൈവം തമ്പുരാൻ, അല്ലാഹു എന്ന അറബിയിൽ പേര്, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുമ്പോൾ സൃഷ്ടി അവൻ എത്ര ഉന്നതനാണെങ്കിലും അവൻ ആരാധിക്കപ്പെട്ടുകൂടാ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ രംഗത്തുള്ള കാഴ്ചപ്പാട്. അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ലാമിന്റെ അന്തിമ പ്രവാചകൻ, മുസ്ലിങ്ങൾ ഏറ്റവും അധികം ആദരിക്കുന്ന വ്യക്തി, അദ്ദേഹമാണ് ആരാധിക്കപ്പെടുന്നതെങ്കിലും അദ്ദേഹം ആരാധിക്കപ്പെട്ടാൽ പോലും അത് ഏകദൈവ വിശ്വാസത്തിന് എതിരാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ രംഗത്തുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഖുർആൻ ഏകദൈവ ആരാധനയെ പ്രബോധനം ചെയ്യുന്ന ഖുർആനിലെ വചനം. ഖുർആൻ ഇങ്ങനെയാണ് പറയാ, യാ അയ്യുഹന്നാസ് ഇഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ
وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ഇവിടെ പറയുന്നത് എന്താണ്? മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെയും നിങ്ങളുടെ മുൻഗാമികളുടെയും സൃഷ്ടാവിനെയാണ്. അവിടെ ജാതി, വിഭാഗ, വർഗ ചിന്തകളെയെല്ലാം നമ്മളെ ആര് പടച്ചു? ആ പടച്ചവനെ നാം ആരാധിക്കുക. നമ്മുടെ മുൻഗാമികളെ ആര് പടച്ചു? അവനെ ആരാധിക്കുക. അവൻ ആരാണ്? അവനെ കുറിച്ച് പിന്നീട് ഖുർആൻ പറഞ്ഞു തരാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയാക്കി തന്നവൻ, നിങ്ങൾക്ക് വേണ്ടി ഉപരിലോകത്തെ ഒരുക്കി തന്നവൻ, ഉപരിലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ജലഗണങ്ങളെ ഇറക്കി തന്നവൻ, ആ ജലഗണങ്ങൾ ഉപയോഗിച്ച് സസ്യലതാദികളെയും ഫലമൂലാദികളെയും ഉൽപ്പാദിപ്പിച്ചു തന്നവൻ. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അവന്റെ സമന്മാരെ ഉണ്ടാക്കരുത്. ചുരുക്കത്തിൽ സൃഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ രംഗത്തുള്ള കാഴ്ചപ്പാട്. യഥാർത്ഥത്തിൽ അദ്വൈത ദർശനപ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാറ്റിലും പ്രപഞ്ചമാസകലം, എന്റെ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ പ്രപഞ്ചമാസകലം സൃഷ്ടാവിന്റെ പരമേശ്വരൻ നിലീമമാണെങ്കിൽ എന്തിനേയും ആരാധിച്ചുകൂടെ എന്ന ചോദ്യം സ്വാഭാവികമാണ്. അവിടെയാണ് അത് വേദങ്ങളുടെ എല്ലാം പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ്. തീർച്ചയായും അങ്ങനെ വ്യാഖ്യാനിക്കുവാൻ ശ്രീ ശങ്കരാചാര്യരും അതിന്റെ മഹാപണ്ഡിതന്മാരും സന്നദ്ധമായിട്ടുണ്ട്. എന്നാൽ ഇതേ വചനങ്ങളെ എടുത്തുകൊണ്ട് ദയാനന്ദ സരസ്വതിയെ പോലെയുള്ള ആളുകൾ വളരെ ശക്തമായി തന്നെ സൃഷ്ടിപൂജ ഹൈന്ദവ ദർശന പ്രകാരം അബദ്ധമാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശത്തിൽ യജുർവേദത്തിലും അതേപോലെ ഈശാവാസ്യോപനിഷത്തിലുമെല്ലാം ആവർത്തിക്കപ്പെട്ടുള്ള ഒരു വചനം ഉദ്ധരിച്ച് അന്ധം തമഹ പ്രവിശന്ധിയേ സംഭൂതിമുപാസതേ തതോ ഭൂയ ഇവതേ തമോ യൗ സംഭൂത്യാം രതഃ. അഥവാ അന്ധകാരത്തിലാണ് പ്രവേശിക്കുക, ജനനവും മരണവുമുള്ള അസംഭൂതികളെ ആരാധിക്കുന്നവർ, ഉപാസിക്കുന്നവർ, അഥവാ നശ്വരങ്ങളായ ദേവപിതൃ മാനവാദികളെ ഉപാസിക്കുന്നവർ. അങ്ങനെയാണ് മലയാളത്തിലുള്ള ഉപനിഷത്ത് പരിഭാഷയിൽ നമ്മൾ കാണുക. നശ്വരങ്ങളായ ദേവപിതൃ മാനവാദികൾ ഉപാസിക്കുന്നവർ ഘോരമായ അന്ധകാരത്തിലാണ് പതിക്കുന്നത്. അനശ്വരനായ പരമാത്മാവ് മാത്രമാണ് ഉപാസനാ വിധേയം. അപ്പൊ തീർച്ചയായും അവിടെ നശ്വരങ്ങളായ എന്തോ ഒരു വസ്തു ഉണ്ട് എന്ന് തന്നെയാണല്ലോ ഇന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുരുവിനെയാണെങ്കിലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മഹാപുരുഷന്മാരെയാണെങ്കിലും അവരൊന്നും ആരാധിക്കപ്പെട്ടുകൂടാ എന്ന് തന്നെയാണ് വേദങ്ങളുടെ എല്ലാം അടിത്തറ എന്നാണ് ചില പണ്ഡിതന്മാർ എന്നോട് സൂചിപ്പിച്ച പോലെ പറഞ്ഞിട്ടുള്ളത്. അതെന്തായിരുന്നാലും ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള വീക്ഷണം വളരെ ക്ലിയറാണ്. സൃഷ്ടിപൂജ അവരെത്ര മഹാനാണെങ്കിലും സൃഷ്ടിപൂജ നടത്തിക്കൂടാ, സൃഷ്ടാവ് മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്ന്. My dear brothers and sisters, I am from Ananda Marga Mission. I am Acharya Purna Devananda from Ananda Marga School, Pujapura. Actually, the topic is message of Holy Scriptures. It is very nice, very impressive. But actually, I have joined here very recently, so I do not know Malayalam. So whatever you are talking, some of the words I can get when you speak in Sanskrit or you use some terminology of Sanskrit, that I go. By those things, I could understand that this is a good effort to unite entire humanity. But there are some questions in my mind. I think all questions cannot be expressed at a time. But one by one I can ask. According to you, how do you define the word dharma? Do you think dharma and the religion are the same thing? Do you think religion and the spirituality is the same thing? If your Quran believes that all the teaching of different scriptures are the same, then why you are talking about the Quran? Why you are talking only the name of the Vedas? Because there are many scriptures in the society. When you talk about
Islam. Someone will talk about Hinduism. Some other they will talk about the Christianity. So the moment you use the word of any community, there is a boundary emerged in the mind, in the heart. How you are going to break all the cycles of narrowism of different communes? How you are going to bring entire humanity under one platform? Do you think the preaching of different religion is going to unite entire world? If it is the same, why till now, till today, there has been no unity amongst different religions? So, please define me the word of Dharma. Please define what is the difference between religion and spirituality. I think this will answer all my questions. Thank you. Swamiji's question is, what is Dharma according to Islam? Do you think Dharma and religion are same? Or religion and spirituality are same? According to Islam, Dharma, spirituality, religion, these all are same.